ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി സദ്യ സ്പെഷ്യൽ അവിയലാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. വളരെയധികം സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനും. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് അവിയലിനുള്ള പച്ചക്കറികളാണ്. അതെല്ലാം നമ്മൾ നല്ല രീതിയിൽ നീളത്തിൽ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ അവിയലിന് കഷ്ണങ്ങൾ അരിയേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുത്ത ശേഷം കനം കുറച്ചിട്ടും നീളത്തിലും നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കി ഉരുളിയിലാണ് വെക്കുന്നത്. നമ്മൾ അതിലേക്ക് കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്ത ശേഷം നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്. അത് ഇട്ട ശേഷം നല്ലോണം തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം നമ്മളിതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കഷ്ണങ്ങൾ വേവാൻ ആവശ്യമായ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. അങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ കഷ്ണങ്ങളെല്ലാം അടിപിടിക്കേണ്ട നോക്കുകയും വേണം. അതിനാൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി നോക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 ഗ്ലാസ് തൈരാണ്. അധികം പുളിപ്പില്ലാത്തതും എന്നാൽ പുളിപ്പ് തീരെ കുറയാനും പാടില്ല. ആ രീതിയിൽ തൈര് എടുക്കുക. അതുപോലെ തന്നെ ഒരു ഫുൾ തേങ്ങ, അതുപോലെ തന്നെ ആവശ്യത്തിന് പച്ചമുളക് കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ കറക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ കഷ്ണം നല്ലോണം വെന്ത് വന്ന ശേഷം നമ്മളതിലേക്ക് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലോണം തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. കഷ്ണങ്ങൾ വെന്ത ശേഷം മാത്രം തൈര് ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ തൈരെല്ലാം പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ വന്നിട്ട് വല്ലാണ്ട് അരയ്ക്കാൻ പാടില്ല. ഈ രീതിയിലൊന്ന് ഒതുക്കി കൊടുത്താൽ മതി. മിക്സറി ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇനി നല്ലോണം തന്നെ തേങ്ങ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കഷ്ണങ്ങളിലേക്ക് എല്ലാം എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നല്ല പച്ച വെളിച്ചെണ്ണ കൂടി നമുക്ക് ഒരു 2 ചട്ടക നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ അവിയൽ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ റെസിപ്പിയുടെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ആദ്യമായിട്ട് അവിയൽ ഉണ്ടാക്കണവരാണെങ്കിൽ അവരൊന്ന് കയറി നോക്കുക. അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ അവിയലിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്